പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്തിൻ്റെ നിറവ് ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും സ്വർഗം അയക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് നിന്റെ ജീവിതത്തിൽ എതിരെ ഇന്ന് ഉയർന്നിരിക്കുന്ന എല്ലാ പ്രതികൂലത്തിൻ്റെ തിരമാലകളെയും ശാന്തമാക്കുവാനുള്ള ശക്തിയുണ്ട്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളാകാം, വ്യക്തികളാകാം, ചില അവസ്ഥകളാകാം, നിനക്കെതിരെ ഉയർന്നിരിക്കുന്ന പ്രതികൂലത്തിൻ്റെ ആ ഒരു കൊടുങ്കാറ്റിനെ, ആ തിരമാലകളെ ശാന്തമാക്കുവാൻ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശക്തിക്ക് കഴിയും. ഹല്ലേലൂയ. കർത്താവ് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. ക്രൂശിൽ അവൻ സകലതും നമുക്ക് വേണ്ടി പൂർത്തീകരിച്ചു. ഉത്ഥാനം ചെയ്ത യേശുവാണ് തൻ്റെ ആത്മാവിനെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ മേൽ ശക്തി വന്നു കഴിയുമ്പോൾ, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അത് ഉത്ഥാനത്തിന് മുൻപോ ക്രൂശീകരണത്തിന് മുൻപോ അല്ല യേശു എന്ന് പറയുന്നത്. ക്രൂശിൽ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച് നമ്മളെ ദൈവസമക്ഷം ദൈവത്തിൻ്റെ നീതിയാക്കി, ദൈവം നമ്മളെ നീതീകരിക്കുന്നതിന്, ആ നീതീകരണം കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം തൻ്റെ കുരിശുബലിയിലൂടെ കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ഹി ഫിനിഷ്ഡ് എവറിത്തിങ് ഓൺ ദ ക്രോസ്. അതിനുശേഷം ഈശോ മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തു. ഈ ഭൂമിയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇഷ്യൂസും തിരമാലകളൊക്കെ മനുഷ്യൻ്റെ ലൈഫിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ലൈഫിനെതിരെ വരുമ്പോൾ മരണത്തിലൂടെ കടന്നുപോയി മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത യേശു പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് ലൈഫിനെതിരെ ഉയരുന്ന, പിശാച് ഉയർത്തുന്ന, ദുഷ്ടാരൂപികൾ ഉയർത്തുന്ന എല്ലാ തിരമാലകളെയും, എല്ലാ കാറ്റിനെയും, എല്ലാ പ്രതികൂലങ്ങളെയും മറികടക്കുവാനുള്ള വലിയൊരു ശക്തിയുണ്ട്, വലിയൊരു പവറുണ്ട്. ഇന്ന് ആ ഒരു പവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ആ പവർ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുമ്പോൾ ദുഷ്ടൻ്റെ എല്ലാ കോട്ടകളും തകർന്നടിയും. റോമാലേഖനം 8:32 നമ്മൾ കാണുന്നു, സ്വന്തം പുത്രനെ പോലും ഉപേക്ഷിക്കാതെ, ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ? ഇങ്ങനെയെന്ന് പറഞ്ഞ് ഈ ഞായറാഴ്ച യേശുവിലൂടെ എല്ലാം എനിക്ക് ദാനമായി നൽകപ്പെട്ടിരിക്കുന്നു. യേശുവിലൂടെ എല്ലാം ദാനമായി നൽകപ്പെട്ടിരിക്കുന്നു. തലമുറകൾക്ക് മുൻപ് കേരളത്തിലാണെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗത്തും ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ നിമിത്തം അസ്വസ്ഥതകളിലൂടെ ജനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് അവർ യേശുവിലേക്കും യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലേക്കും കടന്നു വന്ന് ഉദ്ധിതനായ യേശുവിനെ ആരാധിച്ചപ്പോൾ ദൈവിക ജീവന്റെ കൃപയുടെ അഭിഷേകം മനുഷ്യ ആത്മാവിൽ നിറയപ്പെട്ടു. ആ ആത്മാവിൻ്റെ ശക്തിയിൽ ദുഷ്ടാരൂപികളുടെ മേൽ വിജയം വരിച്ചൊരു ജീവിതം. അങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസത്തിനകത്തെ ആ ഒരു അന്തസത്ത. ഇത് സൈക്കോളജിക്കലല്ല, ഇത് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞ വലിയൊരു സത്യമാണത്. അപ്പോൾ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളെ പലപ്പോഴും ഈ ദുഷ്ടാരൂപിയുടെ അടിമത്തത്തിലേക്ക് പോയ ജനങ്ങളെക്കുറിച്ച് അവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ ചില സേവശക്തികൾക്കും ദുഷ്ടാരൂപിയുടെ ആരാധനകൾക്കൊക്കെ പോയിട്ടുള്ളവർ പറയും, ആദ്യം അവർ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു 10 രൂപ വെച്ച് അല്ലെങ്കിൽ ഒരു ക്രിയ ചെയ്തെങ്കിൽ പിന്നെ അത് 100 രൂപ, 1000 രൂപ, അങ്ങനെ അതിനകത്ത് പെട്ട് അതിനകത്ത് നിന്ന് പുറത്തു വരാൻ കഴിയാതെ ദുഷ്ടാരൂപി അടിമത്തത്തിലേക്ക് മനുഷ്യനെ നയിച്ചപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യണമെന്നറിയാൻ മേല. ആ സമയത്ത് സുവിശേഷത്തിൻ്റെ ശക്തി ജനങ്ങളിലേക്ക് കടന്നു വന്നു. സുവിശേഷം ജനങ്ങൾ കേട്ടു, ദൈവം സ്നേഹമാകുന്നു, ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മളെ നീതീകരിക്കുന്നതിന് വേണ്ടി ക്രൂശിൽ വലിയ വില കൊടുത്തു. മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്തവൻ ഇന്നും ജീവിക്കുന്നു. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിലേക്ക് ഞാൻ വരുന്നു. ആ യേശുവിൻ്റെ ഉദ്ധാനം ചെയ്ത സത്യദൈവത്തിൻ്റെ ശക്തി ഓരോ ഭവനങ്ങളിലേക്ക് നിറയപ്പെട്ടപ്പോൾ ഈ ചങ്ങലകളിൽ നിന്നെല്ലാം അവർക്ക് പുറത്തു വരുവാൻ സാധിച്ചു. ഇങ്ങനെയാണ് കേരളത്തിലെ ലോകത്തിൻ്റെ പല ഭാഗത്തും യേശുക്രിസ്തുവിലേക്ക് അനേകർ കടന്നു വന്നത്. ഒരു മതത്തിലേക്കല്ല അവർ വന്നത്, അവർ യേശു എന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, മഹത്വത്തെ അവർ രുചിച്ചറിയുകയായിരുന്നു, അനുഭവിച്ചറിയുകയായിരുന്നു. ഹല്ലേലൂയ. ചില ചാത്തൻ സേവകൾക്കും യക്ഷി സേവകൾക്കൊക്കെ പോയിട്ടുള്ള മനുഷ്യർ അവരുടെയൊക്കെ സാക്ഷ്യങ്ങൾ പങ്കുവച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അവർ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇവർക്കൊന്നും ഒരിക്കലും അതിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയാതെ അതിൻ്റെ ബോണ്ടേജിനകത്ത് കടന്ന സമയത്ത്, ഈവൻ അതിൽ ചിലവരുടെ തലമുറകളായിട്ടുള്ളവരുടെ വിഷയങ്ങൾ, മുൻ തലമുറകൾ പോലും അവർ അങ്ങനെ കടന്നു പോയിട്ടുള്ളവരൊക്കെ യേശു ക്രിസ്തുവിലേക്ക് അവരും അവരുടെ കുടുംബവും കടന്നു വന്നപ്പോൾ
യേശു ക്രിസ്തുവിൻ്റെ പരിഹാര ബലിയിലൂടെയുള്ള ആ അഭിഷേകമാണ് അവരെ അതിൽ നിന്ന് എല്ലാം പുറത്തു കൊണ്ടുവരുവാൻ സഹായിച്ചത്. ഒരു മനുഷ്യന് 3 തലങ്ങളുണ്ട്. സ്പിരിറ്റുണ്ട്, സോളുണ്ട്, ബോഡിയുണ്ട്. സ്പിരിറ്റുണ്ട്, സോളുണ്ട്, ബോഡിയുണ്ട്. അപ്പം ഈ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ എനർജി ഇങ്ങനെ ഡ്രെയിൻ ആകുന്നത് പോലെ. അപ്പോൾ അത് നമ്മുടെ മനുഷ്യ ശരീരത്തിലല്ല, നമ്മുടെ സ്പിരിറ്റിലും സോളിലും ഈ തലത്താണ്, ആ ഒരു ഡൈമെൻഷനിലാണ് നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ നമുക്ക് ആ ശക്തി ലഭിക്കുന്നത്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ബോഡിയിലേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു മനുഷ്യനെ കൈ കൊടുത്തു കഴിയുമ്പോൾ, ഞാനിപ്പോൾ ഒരാൾക്ക് ഷെയ്ക്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ആ മനുഷ്യൻ്റെ ഉള്ളിലെ അഭിഷേകത്തിൻ്റെ ലെവൽ, അല്ലെങ്കിൽ ആ മനുഷ്യനിലെ സ്പിരിറ്റ് സോളിൻ്റെ തലങ്ങളെ പെട്ടെന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കി തരാറുണ്ട്. അപ്പം നമ്മളൊരു ബോഡി കാണുമ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ്റെ ബോഡി മാത്രമല്ല, ആ ബോഡിക്കുള്ളിൽ ആ വ്യക്തിയുടെ ആത്മാവുണ്ട്, ആ വ്യക്തിയുടെ സ്പിരിറ്റുണ്ട്. അപ്പം പണ്ട് നമ്മുടെ ആൾക്കാർ പറയും യക്ഷികളൊക്കെ ഉണ്ടെന്ന് പറയും അല്ലേ, യക്ഷികൾ, വാമ്പയേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അവർ രക്തം കുടിക്കുക എന്നൊക്കെ പറയും. അതൊക്കെ ഒരു കഥകളായിട്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പം വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഫിസിക്കൽ നമ്മുടെ ബ്ലഡ് അല്ല, മനുഷ്യൻ്റെ സ്പിരിറ്റ് മാൻ, അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലെ ഓരോ മനുഷ്യനും ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉള്ള ഒരു ഇന്നർ ഒരു ഗ്രേസ് ഉണ്ട്, ഒരു സോയൽ ലൈഫുണ്ട്. ആ ലൈഫ് ചോർന്നു പോകുന്നതാണ്. അതാണ് പാപം ചെയ്യുമ്പോഴും മനുഷ്യൻ ചില തെറ്റുകളിൽ പെടുമ്പോഴും മനുഷ്യൻ പ്രാർത്ഥനയിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴൊക്കെ ഉള്ളിൽ ഈ ലൈഫ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 10:10 ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനാണ്, അത് സമൃദ്ധമായി ഉണ്ടാകാനാണ്. ദുഷ്ടൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ്. അപ്പോൾ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ അതിശക്തമായി നിൽക്കുന്ന ചില ഡൊമീനിയനുള്ള സ്ഥലത്ത് കൂടെ മനുഷ്യൻ നടന്നു പോയി കഴിയുമ്പോൾ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മനസ്സ് ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആയി പോയാൽ തളർച്ച വന്ന പോലെ തോന്നുവാണ്. അത് ഈ എനർജി ഡ്രോപ്പ് ആകുന്നതാണ്. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, വി നീഡ് ടു ബി ഗെറ്റ് ഫിൽഡ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് ഈ സഭ എന്നുള്ള ഈ യേശുവിൻ്റെ ശരീരം നമ്മൾ കർത്താവിൻ്റെ ശരീരത്തോട് ഘടിപ്പിച്ചേക്കുവാണ്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് യേശുവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ആത്മാവിലും സ്പിരിറ്റിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയപ്പെടുകയാണ്. സഭ എന്നുള്ളൊരു സംഘടനയില്ല, ഒരു മതമല്ല. ഈ ഒരു പ്രോസസ്സിനകത്ത് കൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ഭൂമിയെ സ്വർഗമാക്കുക. എത്ര നെഗറ്റീവുള്ള സ്ഥലത്തെയും അവിടെ സ്വർഗത്തെ കൊണ്ടുവരിക. അതാണ് ആ പ്രാർത്ഥന. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ഈശോ പഠിപ്പിച്ചില്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. മതങ്ങളെല്ലാം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കാര്യം പറയുമ്പോൾ സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരാൻ യേശു പറയുക. അതിനുള്ളൊരു അഭിഷേകമുണ്ട്, ഒരു സോയിൽ ലൈഫ്, ഗ്രേസ് ലൈഫ്. ഞാൻ വന്നിരിക്കുന്നത് ഈ ജീവൻ നൽകാനാണ്. ദുഷ്ടാരൂപി കവർന്നുകൊണ്ട് പോകാൻ ശ്രമിക്കും, അതിൻ്റെ 10,000 മടങ്ങ്, 1,00,000 മടങ്ങ്, കോടി മടങ്ങ് അഭിഷേകം തരാൻ ഞാൻ തയ്യാറായി വന്ന് നിൽക്കുക. അതിനാണ് ദൈവപുത്രൻ തൻ്റെ മരണത്തിലൂടെ, ആ പരിഹാര ബലിയിലൂടെ ആ ജീവനെ, ദൈവിക ജീവനെ അതിൻ്റെ പരിപൂർണതയിൽ നമ്മളിലേക്ക് നൽകിയത്. യേശു പറഞ്ഞു, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. അത് ഫിസിക്കൽ ഫ്ലഷും രക്തമാണോ? യേശുവിൻ്റെ ആ ഡിവൈൻ ബോഡി, ഞാൻ പറഞ്ഞല്ലോ സ്പിരിറ്റ് സോൾ ബോഡിയിലെ ആ ക്രൈസ്റ്റാണ്. ക്രൈസ്റ്റിൻ്റെ ആ സ്പിരിറ്റ് തലത്തിൽ നിന്ന് ദൈവിക ജീവനെയും ദൈവികമായ പാനീയത്തെയും ആ ഒരു അഭിഷേകത്തെ നമുക്ക് ദൈവം പകർന്നു നൽകുന്നതാണത്. അതാണ് ഹോളി കമ്മ്യൂണിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഈ അഭിഷേകം ഉള്ളിൽ കിട്ടിയവനെ പിശാച് ഭയപ്പെടുന്നു. ഈ അഭിഷേകം നിറയപ്പെട്ടവനെ പിശാച് ഭയപ്പെടുന്നു. ഈ അഭിഷേകം ലഭിച്ചവർ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ അവിടെ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ അഴിഞ്ഞു മാറും. കാരണം അവിടെ സ്വർഗത്തിൻ്റെ ഇൻവേഷൻ സംഭവിക്കുകയാണ്. അവിടെ നരകങ്ങൾ അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ അവിടെ നിന്ന് വിട്ടുമാറുകയാണ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഈ ദൈവിക ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്നതിന് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അവനൊരു മതം സ്ഥാപിക്കാനല്ല വന്നത്. മതം സ്ഥാപിച്ചു കുറച്ച് പേരെ ക്രിസ്ത്യാനിയാക്കി, അങ്ങനെ ഈ മതത്തിൽ വന്നു കഴിഞ്ഞിട്ട് ദൈവിക ജീവൻ കിട്ടിയില്ലെങ്കിൽ കാര്യം എന്തായിരിക്കുന്നത്? ദൈവിക ജീവൻ്റെ അഭിഷേകം കിട്ടുന്നില്ല, ഇപ്പോഴും പഴയ പോലെ ബോണ്ടേജ് കിടക്കുക. ദൈവിക ജീവൻ്റെ അഭിഷേകം കിട്ടുമ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മളെ പരിശുദ്ധാത്മാവാണ് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഉദ്ധാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾ ജെറുസലേമിലും സമരിയയിലും ജൂദയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങളെനിക്ക് സാക്ഷികളാക്കും. ഹല്ലേലൂയ. ഭയപ്പെടാനല്ല, ഭയപ്പെടേണ്ടെന്ന് യേശു പറഞ്ഞു. ചിലരെനിക്കിങ്ങനെ മെസ്സേജ് പറയാനുണ്ട്, ബ്രദറായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ, അസ്വസ്ഥതകളൊക്കെ, ഉറങ്ങാൻ പറ്റുന്നില്ല, വലിയ ഇഷ്യൂസ്. ഈ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളെ തകർക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ
പ്രവർത്തിക്കുന്ന ഒരു വലിയ അഭിഷേകമുണ്ട്. പലപ്പോഴും ഒരുപാട് സ്ട്രെസ്സ് നിങ്ങൾ വരുന്ന സമയത്ത് ഓർത്തോണം, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി തൊട്ടടുത്ത് എത്തിയേക്കുവാണ്. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നിങ്ങളുടെ അരികിലേക്ക് റീച്ച് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വലിയ സ്ട്രെസ്സ് പോലത്തെ സിറ്റുവേഷൻ ഈ ദിവസങ്ങളിൽ അതിശക്തമായിട്ട് അനുഭവിക്കാനിടയായിത്തീരുന്നത്. ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളെ എല്ലാ സ്ട്രെസ്സിൽ നിന്നും പുറത്തു കൊണ്ടുവരും. ദൈവം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. നീ ഒരു പ്രത്യാശ ഉള്ളിലുണ്ടായിരിക്കണം. എഫേസോസ് ലേഖനം 1:6 ക്രിസ്തുവിലൂടെ ദൈവം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ദൈവം സ്വന്തം പുത്രനെ നിങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കാതെ, നിങ്ങൾക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നെങ്കിൽ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ? റോമാലേഖനം 8:32. ഇന്ന് നമുക്ക് യേശുവിനെ ആരാധിക്കാം. യേശുവിലൂടെ പിതാവാം ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ആ അക്സെപ്റ്റൻസിൻ്റെ ഉറപ്പിലാണ് നമുക്ക് പിതാവിൻ്റെ അരികിലേക്ക് കടന്നു വരാൻ പറ്റുന്നത്. പിതാവിൻ്റെ അരികിലേക്ക് കടന്നു വന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവാൻ ദൈവം, ത്രിയേക ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ ഇറങ്ങി നിൽക്കുമാറാകട്ടെ. വലിയൊരു അഭിഷേകം ഇന്ന് ഓരോ ഭവനങ്ങളിലേക്കും വ്യാപരിക്കുന്നതിന് നന്ദി പറയുന്നു. അതിശക്തമായ ദൈവ സാന്നിധ്യം, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ക്രിസ്തുവിൻ്റെ മഹാസാന്നിധ്യം ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വരുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ പ്രതികൂലത്തിൻ്റെ കാറ്റുകളെയും തിരമാലകളെയും ശാന്തമാക്കുന്ന യേശുവിൻ്റെ അഭിഷേകം ഇപ്പോൾ വെളിപ്പെടട്ടെ. എല്ലാ പ്രതികൂലത്തിൻ്റെ കാറ്റുകളെയും തിരമാലകളെയും ശാന്തമാക്കുന്ന യേശുവിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നതിനായി നന്ദി പറയും. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. വലിയൊരു അഭിഷേകം സ്വർഗം പകർന്നു തന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷേകം നമ്മുടെ നടുവിൽ ശക്തമായി ഇറങ്ങി വ്യാപരിക്കുന്നു. സഹോദരങ്ങളെ, മിഷണറിമാർ എന്നോട് പങ്കുവച്ചൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അവർ നമ്മുടെ നാട്ടിലെ ആൾക്കാരെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, അവർ പറഞ്ഞ അതിൽ ചില ആൾക്കാർ എന്നോട് പങ്കുവച്ചൊരു കാര്യമാണ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഈ പറഞ്ഞ ആൾക്കാരുടെ പേരൻസ് ഇവരോട് പങ്കുവച്ച കാര്യമാണ്. സുവിശേഷ പ്രഘോഷണത്തിനായിട്ടും ശുശ്രൂഷകൾക്കൊക്കെ ആയിട്ട് വന്ന സമയങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ ബോണ്ടേജുകൾ നിലനിന്നിരുന്ന സമയമുണ്ട്. അതായത് നമ്മൾ ചാത്തനെയൊക്കെ ആരാധിക്കുക, യക്ഷികളെ, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ചില വീടുകളിലും ഭവനങ്ങളിലൊന്നും സമാധാനമില്ല, സ്വസ്ഥതയില്ല. അവർക്ക് വീട്ടിൽ അവർക്ക് കൃഷി ചെയ്ത് വെക്കുന്ന എല്ലാ സംഭവം, അതിൻ്റെ നന്മകളെല്ലാം ഇങ്ങനെയുള്ള ആരാധനകളൊക്കെ സമർപ്പിച്ച് അവർ അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ വലിയ ബോണ്ടേജിലും കുടുംബത്തിൽ ആത്മഹത്യകൾ നടക്കുന്നു. അങ്ങനെ വലിയ പ്രശ്നത്തിലൂടെ മനുഷ്യർ കടന്നു വന്ന സമയത്ത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സന്ദേശം പങ്കുവെക്കുകയും അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെയുള്ള നീതീകരണത്തിൻ്റെ ജനങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തപ്പോൾ അങ്ങനെയാണ് ജനങ്ങൾക്ക് വലിയൊരു സ്വാതന്ത്ര്യ ആശ്വാസമൊക്കെ കിട്ടി. ആ ആശ്വാസം കിട്ടിയ മനുഷ്യരാണ് അവർ ഹോളി കമ്മ്യൂണിയൻ, പരിശുദ്ധ കുർബാന എന്നുള്ള കാര്യത്തെ ഭയങ്കരമായിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചു. അങ്ങനെ ഇതാണ് ക്രിസ്ത്യാനികളുടെ കഴിഞ്ഞ തലമുറയിൽപ്പെട്ട ഒരുപാട് മനുഷ്യർ, ഇപ്പം ബ്രാഹ്മൺസ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് ഈ ഒരു സീറോ മലബാർ സഭയിലും പല കമ്മ്യൂണിറ്റിയിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലോട്ടൊക്കെ ജോയിൻ ചെയ്ത് വരാനുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. സീറോ മലബാർ ചർച്ചിനൊക്കെ വലിയൊരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. സെയിൻറ്റ് തോമസിൻ്റെ ആ ഒരു ടൈം മൊത്തത്തിലുള്ള ചരിത്രം ഉണ്ടെങ്കിലും ഒരുപാട് മനുഷ്യർ അതിനിടയിൽ പിന്നീടുള്ള സമയത്തൊക്കെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രധാന കാരണം ഇതായിരുന്നു. അപ്പോൾ അവരുടെ ഫെയ്ത്ത്, അവരെ രക്ഷിച്ച ഫെയ്ത്ത് എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെയുള്ള ആ നീതീകരണം, ആ ഒരു ഭാഗമാണ്. യേശുക്രിസ്തുവിൻ്റെ പരിഹാര ബലിയാണ് അവരെ രക്ഷിച്ചത്. അതാണ് അവർക്ക് ഡെലിവറൻസും ഫ്രീഡവും കൊടുത്തത്. അന്ന് ധ്യാനകേന്ദ്രങ്ങളോ നമ്മുടെ പോലത്തെ ഇന്നത്തെ ഫെസിലിറ്റികളൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ തലമുറയിൽ വീണ്ടും അവർ ഡീൽ ചെയ്ത പോലത്തെ ആ ഇഷ്യൂസ്, ഇത് 100 വർഷം 150 വർഷം മുമ്പുള്ള ഇഷ്യൂസ് വീണ്ടും ഈ കമ്മ്യൂണിറ്റികളിലൊക്കെ കയറി കൂടിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യരിപ്പം ചാത്തം സേവയ്ക്കും ഇതിനൊക്കെ ഓടി നടക്കുക. പക്ഷെ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് ഒരു 100-150 വർഷം മുമ്പ് ഒരു തലമുറയ്ക്ക് ഓവർകം ചെയ്യാൻ പറ്റാതെ അവർ അഭയം പ്രാപിച്ച അഭയശിലയാണ് യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലി. അതിലേക്ക് വി ഹാവ് ടു കം ബാക്ക്. അതിനുവേണ്ടിയാണ് വീണ്ടും യേശു ക്രൂശിൽ സകലം ചെയ്തു കഴിഞ്ഞു, ക്രൂശിലെ പരിഹാര ബലിയിലേക്ക് കടന്നു വരണം ഈ മെസ്സേജ് പ്രസംഗിക്കപ്പെടുന്നത്. ഇത് പ്രസംഗിക്കുന്ന സഹോദരങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, പിശാച് അത് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അതിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കേൾക്കുമ്പോൾ ഓർത്ത് ഓയ്യോ എനിക്കറിയാം യേശു ക്രൂശിലെല്ലാം പൂർത്തീകരിച്ചു, യേശുവിൻ്റെ കുരിശിലെ ബലിയാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ്. പക്ഷേ
ഇത് അതിലൂടെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കണം. എന്താണ് വചനം നമ്മളെ നോക്കി പറയുന്നത്? യേശുവിൻ്റെ പരിഹാര ബലിയിലൂടെ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിക്കാണ് ദൈവത്തിൻ്റെ സമക്ഷത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. റോമാലേഖനം 4-ാം 24-25 വാക്യം, ഹെബ്രായ ലേഖനം 10-ാം 19 വാക്യം. 10-ാം മുഴുവൻ പറയുന്നത് യേശുവിൻ്റെ പരിഹാര ബലിയിലൂടെയുള്ള ഈ വിശുദ്ധീകരണത്തെയാണ്. ഈ വിശുദ്ധീകരണം ലഭിച്ചവന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുകയാണ്. ഈ ആത്മാവിൻ്റെ അഭിഷേകമാണ് ഉള്ളിൽ ദൈവിക ജീവനെ നമുക്ക് നൽകുന്നത്, നമ്മുടെ സോളിനും സ്പിരിറ്റിനും. നമ്മുടെ ആത്മാവ് ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ചു. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ശിക്ഷാവിധിയില്ല. റോമാലേഖനം 8-ാം 1 വാക്യം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നമ്മളെ ദൈവം രക്ഷിച്ചിരിക്കുന്നു. യു ആർ സേവ്ഡ്. അപ്പോൾ നമ്മുടെ ആത്മാവിന് രക്ഷ സംഭവിച്ചു. ഇനി നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടണം. മനസ്സ് നവീകരിക്കപ്പെടുന്നത് ഓരോ ദിവസം ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുകയും ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടുകയും ചെയ്ത് ക്രിസ്തുവിൻ്റെ ആ തലയോളം, യേശു ക്രിസ്തുവിൻ്റെ ആ പൂർണ്ണതയിലേക്ക് നമ്മൾ വളർന്നു വരിക. അതുകൊണ്ടാണ് കൊളോസോസ് ലേഖനം 2-ാം അധ്യായത്തിൽ 9 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നത്, എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെ ശിരസായ അവനിൽ നമ്മൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണരാണ്. ഇനി ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് ഓരോ ദിവസവും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുകയാണ്. ഇതെല്ലാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് പിടിയിട്ടതല്ലെന്ന് എനിക്കറിയാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അതിലേക്കൊക്കെ വരാം. പക്ഷെ അതിനു മുമ്പ് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവാൻ ദൈവമേ, എന്നെ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ ജീവിതത്തിനെതിരെ ഉയർന്നിരിക്കുന്ന എല്ലാ തിരമാലകളെയും ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിന് ശാന്തമാക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവിനെ ആരാധിച്ച്, ജീവനുള്ള ദൈവം ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ അവരുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞവൻ ഇന്ന് നമ്മുടെ നടുവിലൂടെ വ്യാപരിക്കുന്നു. എല്ലാ പൈശാചിക ആധിപത്യങ്ങളും ക്രൂശിലെ പരിഹാര ബലിയിൽ തകർന്നടിഞ്ഞത് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെയുള്ള വിജയത്തെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിലുള്ള വിജയത്തെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈ ഒരാഴ്ചക്കാലം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചക്കാലമായി പരിശുദ്ധാത്മാവ് മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അത് മാറ്റുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ആഴ്ച നമുക്ക് കുറേ ശുശ്രൂഷകളുണ്ട്. നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. നല്ലൊരാഴ്ച ആശംസിക്കുകയാണ്. എല്ലാ ദിവസവും ഒരു രാവിലെ എഴുന്നേറ്റ് ഒരു 10-15 മിനിറ്റ് കർത്താവിൻ്റെ കൂടെ വചനം തുറന്നു വെച്ച്, നമ്മുടെ മനസ്സിൽ പല തോട്ട്സും പല കാര്യങ്ങളൊക്കെ കയറി വരുമ്പോഴും വചനം അങ്ങ് തുറന്നു വെച്ച് ഒരു ദിവസം ഒരു 15-20 മിനിറ്റ് കർത്താവിനോടൊപ്പം ഇരിക്കണം. വചനത്തിൽ നിന്നുള്ള അഭിഷേകം സ്വീകരിക്കണം. ഈ വചനത്തിനകത്തും ദൈവിക ജീവനുണ്ട്. വചനം വായിക്കുന്ന സമയത്ത് ഈ ദൈവിക ജീവൻ നമ്മുടെ ആത്മാവിൽ നിറയപ്പെടും. അത് ആ സമയത്ത് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രെസ് ബസ്റ്റർ. മനുഷ്യൻ സിനിമ കാണും, എൻ്റർടൈൻമെൻറ്റ് കാണും, പാട്ട് കേൾക്കും, വീഡിയോ ഗെയിമിന് അതിനെതിരെയൊക്കെ പുറകെ പോകും. അതൊന്നുമല്ല. നമുക്ക് ഏറ്റവും വലിയ സ്ട്രെസ് നിന്ന് ഫ്രീ തരുന്നത് പരിശുദ്ധാത്മാവാണ്. അത് വചനമാണ്. വചനം വായിക്കുമ്പോൾ ഈ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഈ ഒരാഴ്ച കുറേ സമയം പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടി വേർതിരിക്കുക. അത് നിങ്ങളുടെ ലൈഫിനെ വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കും. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ